AK അഭിലാഷിനൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. റോഷ്നി, വെങ്കി, ഗുഡ് മോർണിംഗ്. അവിടെ എങ്ങനെയാ നേരത്തെ ഏത് പാലമാണ്? പൂനൂർ പുഴയുടെ പാലം. ഇതാ ഞാൻ പൂനൂർ പാലമാണ്, പൂനൂർ പുഴയുടെ പാലമാണ്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴകളിലൊന്നാണ് പൂനൂർ ഈ പുഴ. അതിൽ നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ വശങ്ങളിലൊക്കെ ഇപ്പോൾ പുഴ നവീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വലിയ തരത്തിൽ വെള്ളം കയറുകയും അതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടങ്ങളൊക്കെ മഴക്കാലത്ത് പതിവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുഴയുടെ ഭാഗത്ത് ഈ അരികിലൊക്കെ ഉള്ള കുറ്റിച്ചെടികളും അതോടൊപ്പം തന്നെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് അവിടെ നവീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രവൃത്തികൾ നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് രോഷ്നി. ചെറിയ കോടൽ മഞ്ഞൊക്കെ അങ്ങനെ വന്നു നിൽക്കുന്ന ആ പുഴയുടെ കാഴ്ച കാണുന്നത് തന്നെ സന്തോഷം. നമുക്ക് വാർത്തകളിലേക്ക് എത്താം. ആറളം ഫാമിലെ കാട്ടാന ആക്രമണത്തിൽ സണ്ണി ജോസഫ് MLA-യുടെ ഏകദിന ഉപവാസം ഇരിട്ടി നഗരത്തിൽ ആണല്ലേ. അപ്പൊ തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. ആനമതിൽ നിർമ്മിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് അവരുടെ ആരോപണം. അത് ആ പ്രദേശവാസികളുടെ ആകെ ആരോപണമാണ്. ആദിവാസികൾ അക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ എങ്ങനെയായിരിക്കും സമര പരിപാടികൾ? രോഷ്നി, കഴിഞ്ഞ ദിവസമാണ് ആറളത്ത് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ ആറളം ഫാമുമായി ബന്ധപ്പെട്ട് ഈ കാടും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയും വേർതിരിക്കുന്ന ആ ഭാഗത്ത് ഈ ആനമതിൽ നിർമ്മിക്കാനൊക്കെ തീരുമാനമായിരുന്നു. 2020 തന്നെ ഇതിന് ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനിടയിലാണ് വലിയ തരത്തിലുള്ള കാട്ടാനാക്രമണ ഭീഷണിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇതേ തുടർന്നാണ് ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ അടക്കം ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ തരത്തിൽ പ്രതിഷേധത്തിന് കൊപ്പുകൂട്ടിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഏകദിന ഉപവാസത്തിലേക്ക് പോകുന്നത്. ഇതിൽ സണ്ണി ജോസഫ് MLA-യുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഉപവാസം നടക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ രോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കാരണം പാംപ്ലാനി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുകളൊക്കെ നമുക്കറിയാം. സർക്കാരിനെതിരെ ശക്തമായ നിലപാടൊക്കെ എടുത്തു വരുന്ന ഒരു സഭാ അധ്യക്ഷൻ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ പ്രധാനമായും ഈ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാവും എന്നുള്ള വിഷയമാണ്. കാരണം അവിടെയുള്ള മേഖലയിൽ ജീവിക്കുന്ന ആളുകളെ, പ്രധാനമായും ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ അതോടൊപ്പം തന്നെ നാട്ടുകാരെയൊക്കെ വലിയ തരത്തിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സഭാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഇന്ന് ഏകദിന ഉപവാസമാണ്, ഒരു ദിവസം നീളുന്ന ഒരു ഉപവാസമാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഉപവാസം നടക്കും. ഇരിട്ടി നഗരത്തിലാണ് ഈ ഉപവാസം നടക്കുകയും ചെയ്തത്. ഏതായാലും വലിയ തരത്തിലെ ജനപങ്കാളിത്തം ഉണ്ടാവും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അഭിലാഷ്, മറ്റൊന്ന്, അൻവർ ഇന്നലെ ഭയങ്കര സ്റ്റാർ ആയല്ലോ അല്ലേ? ഇപ്പോൾ ഈ ചുങ്കത്തറയിലെ ഭരണമാറ്റമൊക്കെ അൻവറിന്റെ ഒരു ഇമേജ് കുറച്ചൊക്കെ കൂട്ടിയെന്ന് പറഞ്ഞാലും അത് നമുക്ക് നിഷേധിക്കാനാവില്ലല്ലോ അല്ലേ? ഇപ്പോൾ ഈ പ്രത്യേകിച്ച് UDF പ്രവേശനമൊക്കെ ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്ന് പറയാം. ഇന്നലെയൊക്കെ UDF നേതാക്കൾ ഈ സംഘർഷത്തിനിടയിൽ അൻവറിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ഈസി വാക്ക് ഓവർ ആയില്ല അൻവറിന്? തീർച്ചയായിട്ടും നേരത്തെ അൻവർ UDF പ്രവേശനത്തിന് കത്ത് നൽകുകയും അതിന് പിന്നാലെ തന്നെ ഈ തൃണമൂൽ അംഗങ്ങളെ ഇവിടെ എത്തിച്ച് UDF നേതൃത്വത്തെ കാണുകയും പ്രത്യേകിച്ച് പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചുങ്കത്തറയിൽ വലിയൊരു തരത്തിലുള്ള വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം പനമൂരത്ത് നേരത്തെ പഞ്ചായത്ത് ഭരണം UDF-ൽ എത്തിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ചുങ്കത്തറയിലും സമാനമായ നിലയിൽ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം UDF-ന് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് വേറൊരു ശ്രദ്ധേയമായൊരു കാര്യമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഇത് അൻവർ നേരിട്ട് കൊണ്ടാണ് UDF-ൽ നിന്ന് ഈ ഭരണം LDF-ലേക്ക് എത്തിച്ചത്. ആ ഭരണമാണ് UDF-ന്റെ കൈകളിലേക്ക് വീണ്ടും എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അൻവർ UDF പ്രവേശനം ഏതാണ്ട് സാധ്യമാക്കുന്നു എന്ന നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ അൻവർ കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം CPM-ലെ ചില പ്രമുഖരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി അൻവറിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്ന് കോട്ടയത്ത് അൻവർ പത്രസമ്മേളനം വിളിച്ച് ചേർത്തിരിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം CPM-ലെ ഒരു പ്രമുഖൻ ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെയും അൻവർ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാരണം കണ്ണൂരിലെ ചില പ്രമുഖർ തൃണമൂൽ കോൺഗ്രസിനെ എപ്പോഴും അല്ലെങ്കിൽ തനിക്കൊപ്പം ചേരുമെന്നൊക്കെ അൻവർ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് അതും സാധ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ UDF പ്രവേശനം അദ്ദേഹം ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കാരണം UDF-ന്റെ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ അൻവറിനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു നിലപാടുമായി, പരസ്യമായ നിലപാടുമായി മുന്നോട്ട് വരുന്നതാണ്. കാരണം മലപ്പുറത്ത് അൻവറിന് വലിയ തരത്തിലുള്ള പിന്തുണ ലഭ്യമാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അൻവറിന്റെ രാഷ്ട്രീയ നീക്കം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കേരളം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നത്. അതാണ്. അപ്പോൾ അൻവർ എഫക്റ്റ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്.
മറ്റൊന്നേ, ഈ പരിവാഹൻ സൈറ്റ് നിലച്ചതോടെ സംസ്ഥാനത്തെ വാഹന പുക പരിശോധന ഭാഗികമായി നിലച്ചിരിക്കുകയാണ്. പരിവാഹൻ സൈറ്റ് പണിമുടക്കിയിട്ട് 4 ദിവസമാകുന്നു അല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പുക പരിശോധനയ്ക്ക് ഒരു വ്യക്തി ഈ അല്ലെ ഉദ്യോഗസ്ഥർക്ക് പിഴയിടുന്ന ഒരു ചില വീഡിയോകൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു 2000 രൂപ നിൽക്കും, അങ്ങനെയല്ല അഭിലാഷേ? തീർച്ചയായിട്ടും. കാരണം ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ സർക്കാർ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ നമുക്കുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടുന്ന സ്ഥാപനങ്ങൾക്ക്, അതായത് പരിവാഹൻ സൈറ്റ് തന്നെ ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം കഴിഞ്ഞ 4 ദിവസമായി ഇത്തരത്തിൽ ഡൗൺ ആയിരിക്കുന്നു. പലപ്പോഴും ഇത് പുകപരിശോധന സാധ്യമാകുന്നില്ല എന്നതാണ്. കാരണം ദിവസേന 40,000-ലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ പുകപരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഇപ്പോൾ ഡേ ടൈമിൽ, അതായത് കൂടുതൽ തിരക്ക് വരുന്ന സമയത്ത് ഈ സൈറ്റ് ഡൗൺ ആവുകയും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പരിശോധന സാധ്യമാകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പരിശോധന സാധ്യമാകാതെ, അതായത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ സാധുത അവസാനിച്ചോടുകൂടി തന്നെ പിഴ ഈടാക്കുന്നതും നിത്യസംഭവമായിരുന്നു. അതിനുശേഷം ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പല ഭാഗങ്ങൾ ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിശോധനാ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. കാരണം ഇത് അവരുടെ മാത്രം എന്തെങ്കിലും പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതൊക്കെ കാര്യം പറഞ്ഞു. ഏതായാലും ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള അസോസിയേഷൻ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷനെ കാണുകയും ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഈടാക്കുന്ന പിഴ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 6 ദിവസത്തേക്ക് പിഴ ഈടാക്കില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളുണ്ട്. കാരണം ഏതാണ്ട് 3000-ഓളം പുകപരിശോധനാ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെയൊക്കെ നിത്യജീവിതം, അതായത് അവരുടെ വരുമാനം അടയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 6 ദിവസമായി ഇത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് വലിയ തരത്തിലുള്ള വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാരും ഉടമകളൊക്കെ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഏതായാലും 24 മണിക്കൂറാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവരോട് സമയം തേടിയിരിക്കുന്നത്. അതിന് മുൻപായി തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വാഹന ഉടമകളോട് പിഴ ഈടാക്കണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തുണ്ടായതും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ശരിയേക്ക് അഭിലാഷാണ് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള വാർത്തകൾ പങ്കുവച്ചത്. ഇനി